ഇറാൻ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ഒരു കൃത്യമായ കരാറിലെത്തുന്നവരെ തങ്ങളുടെ പ്രത്യാക്രമണ ഉപരോധം പിൻവലിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ നീക്കത്തെ ഈ ഉപരോധം സാരമായി ബാധിക്കുന്നു. 14ഓളം ഇന്ത്യൻ കപ്പലുകൾ നിലവിൽ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഇന്ധനവിലയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാനുമായി ഒരു ഉറച്ച കരാർ ഉണ്ടാക്കാതെ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കർശന നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടം. വൈസ് പ്രസിഡന്റ് JD വാൻസ് മധ്യസ്ഥത വഹിക്കാനായി പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ അമേരിക്കയോടുള്ള തങ്ങളുടെ അങ്ങേയറ്റത്തെ അവിശ്വാസമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടിപ്പിക്കുന്നത്. ഇത് ഉടനെ ഒരു സമാധാന ചർച്ചകളിൽ പെട്ടെന്നൊരു പുരോഗതി വരുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നത്. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈനികൻ ജീസസിന്റെ ഒരു സ്റ്റാച്യു ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ സംഭവത്തിൽ താൻ ഇത് കണ്ടപ്പോൾ വളരെ സ്റ്റണ്ടായിപ്പോയെന്നും താൻ അതീവ ദുഃഖിതനാണെന്നും ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ വിദേശകാര്യ മന്ത്രി ഗിദെയൻ സാർ പറയുന്നത് ഇപ്രകാരമാണ്: ഈ സംഭവത്തിൽ തങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ആരുടെയെങ്കിലും ക്രിസ്ത്യൻ വിശ്വാസികളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് അവർ പറയുന്നത്. US ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ലേബർ സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു. ലേബർ സെക്രട്ടറിയായ ലോറി ഷാവസ് ഡെറമർ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇതോടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. അടുത്തിടെ രാജിവെച്ചത് ക്രിസ്റ്റീനോം, പാം ബോണ്ടി എന്നിവരായിരുന്നു. സെപ്റ്റംബർ 1 താൻ ആപ്പിൾ CEO സ്ഥാനമൊഴിയുമെന്ന് ടിം കുക്ക് അറിയിച്ചു. നിലവിൽ ആപ്പിളിന്റെ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായ ജോൺ ടേണേഴ്സ് ആയിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമി. 2011 സ്റ്റീവ് ജോബ്സിന് ശേഷം ചുമതലയേറ്റ ടിം കുക്ക് 15 വർഷത്തോളമുള്ള സേവനത്തിന് ശേഷമാണ് സ്ഥാനമൊഴിയുന്നത്. US FBI ഡയറക്ടറായ കാഷ് പട്ടേൽ തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദി അറ്റ്ലാന്റിക് എന്ന മാഗസിനിൽ വന്ന റിപ്പോർട്ടുകൾക്കെതിരായിട്ട് $250 ദശലക്ഷം മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. കാഷ് പട്ടേലിന്റെ പ്രവർത്തന രീതികളെയും പെരുമാറ്റത്തെയും കുറിച്ച് ദി അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ തെറ്റാണെന്നും അത് തന്റെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ കേസ് അമേരിക്കയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട്. ലോർഡ് മാൻഡൽസൺ തന്റെ നിയമനത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളിൽ പരാജയപ്പെട്ടിരിക്കാം എന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ കടുത്ത വിമർശനങ്ങളും പരിശോധനകളും നേരിടുകയാണ്. മാൻഡൽസൺ വെറ്റിംഗ് സ്കാൻഡൽ എന്നാണ് ഈ ഒരു വിവാദം അറിയപ്പെടുന്നത്. മധ്യേഷ്യയിലെ സംഘർഷം ആഗോളതലത്തിൽ ഇന്ധനവില റെക്കോർഡ് ഉയരത്തിലെത്താൻ കാരണമായി. ഇത് പെട്രോൾ മോഷണങ്ങൾ വർദ്ധിക്കുന്നതിലേക്കും കെനിയ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇലക്ട്രിക് ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കുന്നതിലേക്കും നയിച്ചു. വേനൽക്കാല താപനില അപകടകരമായ നിലയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ പല പ്രദേശങ്ങളിലും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ ഇന്ന് താപനില 42 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കാം. കിഴക്കൻ മേഖലകളിൽ ചിലയിടങ്ങളിൽ താപനില ഇതിനോടകം തന്നെ 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഠിനമായ ചൂട് ഒഴിവാക്കുന്നതിനായി ബീഹാർ, പട്ന എന്നിവിടങ്ങളിൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുലർച്ചെ ക്ലാസുകൾ നടത്തുന്ന രീതിയിൽ സമയം ക്രമീകരിച്ചിരിക്കുന്നു. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 25 വരെയെങ്കിലും ഈ ഒരു ഹീറ്റ് വേവ് തുടരാനുള്ള സാധ്യതയുണ്ട്.